നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഏതാണ്ട് ഒരു വർഷത്തിന് ശേഷം ബെന്നീസ് റോയൽ ടൂർസിൻ്റെ സാരഥി ബെന്നി എന്നോടൊപ്പം ഒരു പുതിയ യാത്രയെപ്പറ്റി പറയാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് പറഞ്ഞ പോലെ വിഷു വരുന്നു, വർഷം വന്നു, കാലം മാറി എന്നൊക്കെ പറഞ്ഞ പോലെ പല മാറ്റങ്ങളും സംഭവിച്ചു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അയാട്ട എന്ന് പറയുന്ന ഏറ്റവും പ്രമുഖമായൊരു സംഭവം നേടിയെടുത്തു ബെന്നി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇനി ഒരു ടിക്കറ്റിങ്ങും ബെന്നീസ് റോയൽ ടൂർസ് ആരംഭിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, കൊറിയൻ ഗവൺമെൻറ്, സൗത്ത് കൊറിയൻ ഗവൺമെൻറ് ഇന്ത്യയിലെ ട്രാവൽ പാർട്ട്ണറായിട്ട് ബെന്നീസ് റോയൽ ടൂർസിനെ തിരഞ്ഞെടുത്തുള്ള കാര്യമാണ്. അങ്ങനെ രണ്ട് പ്രധാനപ്പെട്ട സന്തോഷങ്ങൾ കൂടി പങ്കുവയ്ക്കുകയാണ്. അതിനുശേഷം അതിലും വലിയൊരു സന്തോഷം, എന്നെ സംബന്ധിച്ച് അതിലും വലിയൊരു സന്തോഷം പറയാനുള്ളത് സൗത്ത് അമേരിക്ക എന്ന് പറയുന്ന ഒരു സ്വപ്ന ഭൂഖണ്ഡത്തിലേക്കുള്ള യാത്ര കൂടി പറയാൻ വേണ്ടിയാണ് നിൽക്കുന്നതെന്നുള്ള കാര്യമാണ്. അതായത് ലോകത്തിലെ ഏറ്റവും വൈവിധ്യമുള്ള ഒരു ഭൂഖണ്ഡം എന്ന് പറയുന്നത് സൗത്ത് അമേരിക്കയാണ്. അവിടെ ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല എന്നാണ് പറയേണ്ടത്. ആമസോൺ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വിഖ്യാതമായ നദി ഒഴുകുന്നത് സൗത്ത് അമേരിക്കയിലാണ്. അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ ഉപ്പുപാടം, ലോകത്തിലെ ഏറ്റവും മനോഹരമായ മൗണ്ടൻ റേഞ്ചസ് ഉൾപ്പെടുന്ന ആൻഡസ് മലനിരകൾ, അതുപോലെ 30 കിലോമീറ്റർ നീളമുള്ള വമ്പൻ ഒരു ഗ്ലേസിയർ, അതുപോലെ അന്റാർട്ടിക്കയുടെ പ്രവേശന കവാടമാണ്. പിന്നെ മാച്ചു പിച്ചു പോലെയുള്ള ഇൻക സിവിലൈസേഷൻ്റെ ഭാഗമായിട്ടുള്ള പഴയ അവശിഷ്ടങ്ങൾ, അങ്ങനെ എല്ലാ തരത്തിലുള്ള, പിന്നെ വീണ്ടും പറയുകയാണെങ്കിൽ ബ്രസീൽ പോലുള്ള രാജ്യങ്ങളിലെ നഗരങ്ങൾ, റിയോ പോലുള്ള നഗരങ്ങൾ, നൈറ്റ് ലൈഫ്, അങ്ങനെ വൈവിധ്യങ്ങളുടെ ഒരു കേളി രംഗമെന്ന് വിളിക്കാവുന്ന സൗത്ത് അമേരിക്കയിലേക്ക് ബെന്നീസിനോടൊപ്പം ഞാനും ഒരു യാത്ര പോവുകയാണ്. ആ യാത്രയെ പറ്റി പറയാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഇന്ന് ബെന്നിയുമായിട്ടൂടെ നിൽക്കുന്നത്. ബെന്നി, ഒരു വർഷം, അതായത് ഞാൻ ലാസ്റ്റ് ബെന്നിയുടെ കൂടെ പോയത് ജപ്പാൻ കൊറിയയായിരുന്നു അല്ലേ? അതിനുശേഷം പിന്നെ ഞങ്ങളിപ്പോഴാണ് അടുത്തൊരു യാത്രയിലേക്ക് പോകുന്നത്. കാരണം ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ എപ്പോഴും എന്തെങ്കിലും വ്യത്യസ്തമായ ഒരു ഡെസ്റ്റിനേഷൻ അല്ലെങ്കിൽ വ്യത്യസ്തമായ കാര്യങ്ങളുള്ള ഒരു യാത്രകളിൽ മാത്രമാണ് ഞാൻ ബെന്നിയോടൊപ്പം കൂടാറുള്ളത്. അതെ, അതിലേറ്റവും തുടക്കം എന്ന് പറയുന്നത് അങ്ങേയറ്റം വ്യത്യസ്തമായിരുന്നു. മുർമാൻസ്ക് എന്ന് പറഞ്ഞിട്ട് നോർത്ത് പോളിൻ്റെ ഒരറ്റത്തിലേക്കുള്ള ഒരു യാത്രയായിട്ട് ഞങ്ങൾ ആദ്യം ചെയ്തു. അതിനുശേഷം എനിക്ക് തോന്നുന്നു പിന്നെ ഇപ്പോഴാണ് ഏറ്റവും വിക്ടോറിയ ഫോൾസ്. അതെ, അത് ഒരിക്കലും മറക്കാനാവാത്ത അനുഭവമായിരുന്നു. സാംബിയ, സിംബാബ്വെ ഒക്കെ. പക്ഷേ എങ്കിൽ പോലും എപ്പോഴും മനസ്സിലിങ്ങനെ പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഭൂഖണ്ഡമാണ് സൗത്ത് അമേരിക്ക. എന്തുകൊണ്ടാണ് ഇതുവരെ പോകാമെന്ന് ചോദിച്ചാൽ കുറച്ച് സമയം എടുത്ത് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മൾ പെട്ടെന്ന് ഒരു ദിവസം പോയി ഒരു രാജ്യം കണ്ടിട്ട് തിരിച്ചു വരേണ്ട ഒരു ഡെസ്റ്റിനേഷൻ അല്ല സൗത്ത് അമേരിക്ക. അതുകൊണ്ട് തന്നെ ഇത്തവണ ബെന്നി കൊണ്ടുപോകുന്നത് എന്ന് പറയുന്നത് ബ്രസീൽ, അർജൻറ്റീന, പെറു, ചിലി, പരാഗ്വേ അല്ലേ തുടങ്ങിയ വ്യത്യസ്തമായ സ്ഥലങ്ങൾ, കൊളംബിയ എന്ന് മാത്രമല്ല 6 രാജ്യങ്ങൾ എന്ന് മാത്രമല്ല ആമസോണിൽ 2-3 ദിവസം താമസിച്ച് തന്നെയുള്ള ഒരു യാത്രയാണ്. എന്തായാലും നമുക്ക് യാത്രയുടെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. പതിനേഴ് ദിവസം നീളുന്ന ഒരു 20 ദിവസം മൊത്തത്തിൽ ഇവിടെ എത്തുന്നവരെ 20th ഡേ ആണ് നമ്മൾ ഇവിടെ തിരിച്ചു. ഓ, അത് ശരി. പോകുന്നത് നമ്മൾ നവംബർ 25-നാണ്. അപ്പം ക്രിസ്മസിന് തൊട്ട് ഡിസംബർ 14 അപ്പോൾ നമുക്ക് വിശേഷങ്ങളായിരിക്കും. എങ്ങനെയാണ് യാത്രയുടെ തുടക്കം തൊട്ട് നമുക്ക് തുടങ്ങിയേക്കാം. ഒരു മലയാളിയുടെ ഒരു യാത്രികന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് വെച്ചാൽ ഒരു യാത്ര മുഴുവനായിട്ട് കാണുക എന്നുള്ളത്. പ്രത്യേകിച്ച് നമ്മളെപ്പോലുള്ള സൗത്ത് അമേരിക്ക എന്ന് പറയുന്നത് ഇവിടെ നിന്ന് വളരെ വിദൂരമായ സ്ഥലമാണ്. ഫ്ലൈയിങ് അവേഴ്സ് നോക്കുമ്പോൾ അമേരിക്കയുടെക്കാളും ഒട്ടും മോശമല്ലാത്ത 18 മണിക്കൂർ 20 മണിക്കൂർ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പ്രോഗ്രാം തയ്യാറാക്കുമ്പോൾ അത് മുഴുവൻ കണ്ടു തീരുന്ന ഒരു യാത്രയാണ് സാധാരണ എല്ലാവരും ആഗ്രഹിക്കുക. കാരണം എന്തായാലും നമ്മൾ അതിനുവേണ്ടി സമയം ചെലവഴിക്കണം. അപ്പോൾ ഈ സൗത്ത് അമേരിക്ക യാത്രയുടെ തെക്കു ഭാഗം മുതൽ തെക്കു ഭാഗത്തെ അർജന്റീന മുതൽ അങ്ങ് വടക്കു ഭാഗത്തെ കൊളംബിയ ഉൾപ്പെടെയുള്ള 6 രാജ്യങ്ങളിലൂടെയുള്ള അതിഗംഭീരമായ ഒരു യാത്രയാണ് നമ്മൾ ഈ യാത്രയ്ക്ക് വേണ്ടി ക്രമിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും വലിയ അത്ഭുതങ്ങൾ 6 കൺട്രീസ് മാത്രമല്ല, അതിൽ 5 വണ്ടേഴ്സ് ഉണ്ടെന്നുള്ളത്. ലോകത്തിൽ മനുഷ്യൻ കാണേണ്ട 5 നേച്ചുറൽ വണ്ടറായാലും ലോകമഹാത്ഭുതങ്ങളായാലും ഒക്കെ ഉള്ള ഒരു ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു ക്രീം യാത്രയാണ്. ഈ 5 വണ്ടേഴ്സിനെ പറ്റി തന്നെ നമുക്ക് ആദ്യം ഒന്ന് പറയാം. എന്തൊക്കെയാണ് അതിൽ ആദ്യത്തെ വണ്ടർ എന്ന് പറയുന്നത് ലോകത്തിലെ ആദ്യത്തെ എല്ലാവരുടെയും ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒന്നാമത്തെ മച്ചു പിച്ചു. ഓക്കെ. രണ്ടാമത്തെ വണ്ടർ എന്ന് വെച്ചാൽ ദ ക്രൈസ്റ്റ് റെഡീമർ, അതായത് ബ്രസീലിലെ റെഡീമർ എന്ന അതിഗംഭീര ഈ സ്റ്റാച്ചു. മൂന്നാമത്തത് ഇഗ്വാസു ഫോൾസ്, ലോകത്തിലെ ഏറ്റവും വലിയ ഫോൾസ്. നാലാമത്തത് ആമസോൺ. ഏകദേശം മറ്റേ ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിൽ 7 റെക്കോർഡ് നേടിയാണ് ആമസോൺ.
എനിക്ക് അതുകൊണ്ടൊരു പേടി. സ്പെഷ്യലായിട്ട് ഓരോരുത്തർ ഞാൻ സംഘടിപ്പിച്ചു. അഞ്ചാമത്തെയാണ് പാറ്റഗോണിയൻ ഗ്ലേസിയേഴ്സ്. ഇതുവരെ എനിക്ക് തോന്നുന്നില്ല ഒരു ഇന്ത്യയിൽ നിന്നും ഒരു ഗ്രൂപ്പ് ഈ പാറ്റഗോണിയൻ ഗ്ലേസിയേഴ്സ്. അതായത് അന്റാർട്ടിക്കയിൽ നമുക്ക് എപ്പോഴും ഗ്ലേസിയേഴ്സ് കാണാൻ പറ്റും, പക്ഷേ ലോകത്തിലെ ഏറ്റവും വലിയ ഗ്ലേസിയർ അന്റാർട്ടിക്കയിലോ ആർട്ടിക്കയിലോ അല്ലെന്നുള്ളതാണ് തോന്നുന്നത്. 30 കിലോമീറ്റർ നീളത്തിൽ ഒരു മഞ്ഞ് കട്ട. അതപ്പോ ഒരിക്കലും 275 സ്ക്വയർ കിലോമീറ്റർ ആണ് ഏരിയ. അതിൽ ഒറ്റ ഇതിന് മാത്രം 19 നില ബിൽഡിങ്ങിന്റെ ഹൈറ്റിലുള്ള ഇത് സ്നോ കോറിൽ. അതെന്ത് ഏറ്റവും അത്ഭുതപ്പെടുന്ന കാര്യം അതിൽ പ്രകൃതിയുടെ വണ്ടർ എന്തെന്നറിയോ, ഈ പറഞ്ഞ പാറ്റഗോണിയന്റെ പടിഞ്ഞാറ് വശം എന്ന് വെച്ചാൽ പസഫിക്കിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലത്താണ് ഈ വലിയ വിധത്തിലുള്ള ഈ ഗ്ലേസിയേഴ്സ് ഉള്ളത്. അതിന്റെ അപ്പുറത്ത് മരുഭൂമിന്ന്. നമ്മുടെ ലോകത്തിലെ ഭൂമുഖത്ത് ഏറ്റവും വലിയ ദിനോസറസ് ജീവിച്ചിരുന്ന സ്ഥലമാണ് ഈ സ്ഥലം. അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും അഴുകാത്ത നശിക്കാത്ത ഫോസിൽസ് കിടക്കുന്നത് ഇവിടെയാണ്. അതുകൊണ്ടാണ് ഈ മെഗലനും ചാൾസ് ഡാർവിനും പോയത് ഈ റൂട്ടിലൂടെയാണ്. അതാണ് ഇതിന്റെ അത് ഇവിടെ നിന്ന് ഒരു മലയാളികൾ എത്തിപ്പെട്ടില്ല. ആ പാറ്റഗോണിയൻ ഗ്ലേസിയർ തന്നെയാണ് ഇതിന്റെ എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഐക്കൺ അട്രാക്ഷൻ. ആദ്യമായിട്ട് മലയാളം പോവുകയാണെങ്കിൽ നമ്മൾ എല്ലാ മലയാളം ചെയ്യുന്ന അവിടെ എഴുതി വെക്കണം ബൈജു കൊച്ചി എന്നൊക്കെ ഗ്ലേസിയർ അല്ലേ. അവിടെ ഒപ്പിട്ട് വരണം നമ്മുടെ സിഗ്നേച്ചറോട്. അപ്പൊ ഇങ്ങനെയുള്ള 5 മഹാത്ഭുതങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഉള്ളത്. പിന്നെ ലാറ്റിൻ അമേരിക്കൻ തനിമയിലുള്ള അവരുടെ കൾച്ചറിനെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള അവരുടെ ഡാൻസ് പെർഫോമൻസ്, പിന്നെ അവരുടേതായിട്ടുള്ള എല്ലാ ഭക്ഷണങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള അതുമായിട്ടുള്ള വളരെ നല്ല രീതിയിലുള്ള ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ എനിക്കൊരു പറയാനുള്ളൊരു കാര്യത്തിൽ എൻ്റെ ഒരു ആവശ്യമായിട്ട് ഞാൻ പറയുന്നത്, ഇതിനകത്ത് ഞാനൊക്കെ ഏറ്റവും വലിയ എന്താ പറയുക, ഒരിക്കലും ഫാനാകാൻ പാടില്ലെങ്കിലും ഫാനായിട്ടുള്ളൊരു മനുഷ്യനാണ് പാബ്ലോ എസ്കോബാർ. അതായത് ലോകം മുഴുവൻ നിയന്ത്രിച്ചിരുന്ന മയക്കുമരുന്ന് രാജാവ് കൊളംബിയയിലെ. അപ്പോൾ നമ്മൾ മെഡലിലൊക്കെ പോകുമ്പോൾ അവിടെ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട കുറേ സ്ഥലങ്ങളുണ്ട്. അങ്ങനെ കൊന്ന സ്ഥലം, അദ്ദേഹത്തിൻ്റെ പഴയ വീട്, ശവകുടീരം, ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റുമോ? അത് സിറ്റിയിൽ തന്നെയാണ്. അതിന് കുറച്ച് ഭാഗങ്ങളാണ്, എത്രത്തോളം ഉണ്ടെന്ന് അറിയില്ല. പക്ഷെ നമുക്ക് അതും കൂടി കവർ ചെയ്യാൻ വിധത്തിലാണ് നമ്മൾ ഈ പ്രോഗ്രാം നമ്മൾ അറേഞ്ച് ചെയ്തത്. അതുപോലെ ലോക പ്രസിദ്ധ സാഹിത്യകാരൻ ഗബ്രിയേൽ മാർക്കസ് പിന്നെ വിട്ടുവിടാൻ പാടില്ലാത്ത മനുഷ്യനാണ്. അതെ. അപ്പോൾ ഏകാന്തതയുടെ 100 വർഷങ്ങൾ വായിച്ചിട്ടുള്ളവരെല്ലാം ആഗ്രഹിച്ചിട്ടുണ്ടാവും എന്തെങ്കിലും മാർക്കസിന്റെ നാട്ടിൽ പോകണം, ജന്മനാട്ടിലേക്ക് പോകണം. അപ്പോൾ അങ്ങനെ എല്ലാ തരത്തിലും, അതായത് വ്യത്യസ്തങ്ങളായ പല കാര്യങ്ങൾ. ഇതൊരിക്കലും നിങ്ങൾക്ക് മറ്റൊരു ഭൂഖണ്ഡത്തിൽ ഇത്രയും കാര്യങ്ങൾ പറയാൻ പറ്റില്ല. ഒരു മനുഷ്യ ജീവിതത്തിൽ ഒരു യാത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നവരുടെ ഏറ്റവും വലിയ ഒരു സ്വപ്ന തുല്യമായ ഇത് കഴിഞ്ഞാൽ വേണമെങ്കിൽ ചെയ്താലും, കാരണം അതുപോലുള്ള ഒരു വിധത്തിലാണ് ഈ യാത്രയുള്ളത്. അതുപോലെ വിധത്തിലാണ് യാത്ര ക്രമീകരിച്ചിരിക്കുന്നത്. ആദ്യം തൊട്ട് തുടങ്ങാം. നമ്മൾ പോകുന്നത് നവംബർ 25. എങ്ങനെയാണ് യാത്ര? നവംബർ 25 നമ്മൾ KLM-ലാണ് നമ്മുടെ യാത്ര. അതായത് റോയൽ ഡച്ച് എയർവേസിൽ. എവിടെ? അത് ബാംഗ്ലൂരിൽ നിന്നാണ് നമ്മുടെ യാത്ര. അത് ഡച്ച് എയർവേസ് ബാംഗ്ലൂരിൽ നിന്ന് നേരെ ആംസ്റ്റർഡാമിൽ നിന്ന് നേരെ റയോ ഡി ജനീറോ. യാത്രികരുടെ സ്വപ്ന നഗരിയാണ് റയോഡിയിലെ കോപ്പകബാന ബീച്ചും അങ്ങനെയുള്ള. അപ്പൊ നമ്മൾ കണ്ടത് താമസിക്കുന്ന കോപ്പകബാന തന്നെയാണ്. യെസ്, നമ്മൾ നേരെ ഇറങ്ങുന്നത് കോപ്പകബാന ബീച്ചാണ്. കാരണം കോപ്പകബാന ബീച്ച് ബ്രസീലിന് റയോയ്ക്ക് കോപ്പകബാന ബീച്ച് കഴിഞ്ഞിട്ടുള്ളൂ. അവരുടെ എല്ലാ കാര്യങ്ങളും, ഉറങ്ങാത്ത നൈറ്റ് ലൈഫും ഒക്കെ ഉള്ള ഒരു ഗംഭീരമാണ്. അവിടെ നിന്നാണ് ഈ പ്രസിദ്ധമായ എല്ലാം അവിടെയുള്ള സ്റ്റാച്യു ഓഫ് റെഡീമറും അതുമാതിരി ഷുഗർ ലോഫ് മൗണ്ടനും അങ്ങനെയുള്ള അതുമാതിരി ദ ഹാർബർ ഓഫ് റിയോ ഡി ഒരു നേച്ചറിൽ കൊണ്ടുപോയി വിട്ടുപോയി ദ ഹാർബർ ഓഫ് റിയോ ഡി ജനീറോ, അതും കൂടി ഉണ്ട്. അപ്പോൾ അത് ലോകത്തിലെ ഏകദേശം 450-450 സ്ക്വയർ കിലോമീറ്ററുള്ള നേച്ചുറൽ ഹാർബറാണ്. ഏറ്റവും ആഴം കൊണ്ടും ഒന്നും ചെയ്യാതെ സിമ്പിളായിട്ട് ഒരു കപ്പൽ നടക്കുന്ന ഒരു ഹാർബറാണ്. നമ്മുടെ ഇവിടെ ഒന്നും ചെയ്യാതെ, അത് ലോകത്തിലെ മഹാത്ഭുതങ്ങളിൽ നമ്മൾ പെട്ട ഒരു മഹാത്ഭുതമാണ്. അപ്പം അങ്ങനെയുള്ള അവിടെയാണ് നമ്മൾ 2 ദിവസം ചെലവഴിക്കുന്നത്. 2 ദിവസത്തിൽ അവർ ബ്രസീലിയൻ സാമ്പാ നൃത്തവും ബ്രസീലിൻ്റെതായിട്ടുള്ള ഫുഡും ബ്രസീലിൻ്റെ കാഴ്ചകളും സ്റ്റാച്യു ഓഫ് റെഡീമർ, ലോകമഹാത്ഭുതമായ സ്റ്റാച്യു ഓഫ് റെഡീമറിൻ്റെ മഹാത്ഭുതം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും എന്താ വെച്ചാൽ മഹാത്ഭുതം അത് കോർക്കവാഡ എന്ന് പറഞ്ഞ മൗണ്ടൻ്റെ 700 മീറ്ററുള്ള കോർക്കവാഡ മൗണ്ടൻ്റെ മുകളിലാണ് നിൽക്കുന്നത്. ഈ കോർക്കവാഡ നിൽക്കുന്ന ഈ സ്റ്റാച്യുവിന് 124 അടിയുള്ള ഹൈറ്റ്. പക്ഷെ ഇതിൻ്റെ കൈ ഉണ്ടല്ലോ, കൈക്ക് 93 മീറ്ററാണ്. അപ്പോൾ ഈ 124-ഉം 93-ഉം അതുമാത്രമല്ല ഏറ്റവും ദുർഘടമായ സ്ഥലത്താണ് ഈ സാധനം. അതെ തന്നെ, ഏറ്റവും ദുർഘടമായ സാഹചര്യത്തിലാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. അവിടെ ഈ കാറ്റിനെ പ്രതിരോധിച്ച് ഈ കൈയും ഈ ആമും ഇത് നിലനിൽക്കുന്നതിനാണ് ലോകത്തിലെ ഏറ്റവും മഹാത്ഭുതമായിട്ട്. അപ്പോൾ അവിടെ 2 വണ്ടർ നമ്മൾ ഇവിടെ വെച്ച് കാണും. അതിനുശേഷം നേരെ
ആമസോൺ ഫോറസ്റ്റ്. ഈ ആമസോൺ ഫോറസ്റ്റിന്റെ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ പലരും ആമസോൺ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് യാതൊരു ബന്ധമില്ലാത്തൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ട് ആമസോൺ റിവറുമാണ്. ഇത് ഞങ്ങളുടെ സെക്കൻഡ് എഡിഷൻ. ആദ്യത്തെ യാത്രയിൽ ഞങ്ങൾ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് ഞങ്ങൾക്ക് പോകാൻ പറ്റി. അത് ശരി. ഒരു തവണ ബെന്നിയും ഗ്രൂപ്പും കൂടി പോയിരുന്നു സൗത്ത് അമേരിക്കയിൽ. അതും അതിൽ ലാൽ ജോസ് ഉണ്ടായിരുന്നു, ലാലും ഉണ്ടായിരുന്നു ആ കൂട്ടത്തിൽ. ഈ പറഞ്ഞ പോലെ അന്ന് നമ്മളിപ്പോൾ ഇത്തരത്തിലുള്ള ഡെസ്റ്റിനേഷനിലേക്ക് പോയി കഴിയുമ്പോഴാണ് നമുക്ക് അതുകൂടി ആകാമായിരുന്നു തോന്നുന്നത്. അത്തരം കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ ഒരു യാത്ര. അന്ന് ഞങ്ങൾക്ക് മറ്റേ പെറുവിലെ ഈ ശരിക്കും ഈ ആമസോൺ യാത്രയുടെ പെറുവിലിൻ്റെ ഇക്വിറ്റോസ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങൾക്ക് അന്ന് പോകാൻ പറ്റില്ല. കാരണം അത് ഗേറ്റ് വേ ടു ആമസോൺ. അന്ന് ഞങ്ങൾ ആമസോൺ കലങ്ങിയ ആമസോൺ റിവർ കണ്ടു. പക്ഷെ അന്ന് വളരെ ആഗ്രഹിച്ചിരുന്ന ആമസോണിൻ്റെ ചങ്കിലേക്ക് എത്തുക എന്നുള്ളത്. ആമസോണിൻ്റെ ചങ്ക് എന്ന് പറയുന്നത് മനാവൂസാണ്. നമ്മൾ കേട്ടിട്ടുണ്ടാവും മീറ്റിംഗ് ഓഫ് വാട്ടേഴ്സ്. ഏത് നീഗ്രോ കറുത്ത നീഗ്രോ റിവറും അതുപോലെ തന്നെ സാലിമോസ് എന്നുള്ള മഡ്ഡി റിവറും ചെന്ന് ഒറ്റ ആമസോൺ ആകുന്ന ആ ഒരു നിർണായകമായ ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ സ്വപ്നം തുല്യമായ കാഴ്ച. എനിക്ക് പോലും കാണാൻ പറ്റിയില്ല. മിക്സ് ആകാത്ത രീതിയിലാണ് കിലോമീറ്ററോളം നീണ്ടു നിന്ന് പോയി. അത് കുറച്ച് കിലോമീറ്റർ കഴിഞ്ഞ് കഴിയുമ്പോൾ അത് 2 ടെമ്പറേച്ചറിലാണ്. അപ്പം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് കാണുമ്പോൾ 2 ടെമ്പറേച്ചർ 2 സ്പീഡിലുള്ള 2 നദികൾ വേണ്ടെന്ന് വെച്ചിട്ട് കഴിഞ്ഞിട്ടാണ് ഈ ആമസോൺ ഉണ്ടാകുന്നത് തന്നെ. അതിനു മുമ്പ് ട്രിബ്യൂട്ടറീസ് ആണ്. ഒരെണ്ണം വരുന്നത് കൊളംബിയൻ ആൻഡിസ് എന്നാണ്, 2 വരുന്നത് ഈ ഇവിടുത്തെ മറ്റേ പെറുവിയൻ ആൻഡിസ് പർവ്വതത്തിലുള്ള. ആ 2 നദികളും 2 കളറിൽ വരുന്ന സാധനത്തിൻ്റെ സംഗമ സ്ഥലത്താണ് നമ്മൾ താമസിക്കുന്നത്. അവിടെ നേരെ പോകുമ്പോൾ 2 റിവറും മെർജ് ചെയ്ത് പോകുന്ന ഒരു ആസുലഭം. എനിക്ക് തോന്നുന്നില്ല മലയാളികളൊന്നും കാഴ്ച കണ്ടിട്ടുണ്ടോ. നവംബർ വരെ പോകണോ? നമുക്ക് അതിന് മുമ്പ് പോകരുതോ? ഇത് ഒരു എന്താ പറയുക, പ്രകൃതിയിലെ ഏറ്റവും വലിയ ഫിനോമിന. ഇത്രമാത്രം ഒരു മീറ്റിംഗ് ഓഫ് വാട്ടേഴ്സ് ഫിനോമിന എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ഒരു യൂട്യൂബേഴ്സ് പോലും ആരും പോയിരുന്നു തോന്നുന്നില്ല. ഒരു വീഡിയോയിൽ ഇത് കണ്ടിട്ടില്ല. നമ്മൾ തന്നെ ഒരുപാട് സ്റ്റഡി റിസർച്ച് നടത്തിയിട്ടാണ് എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മാനസ് കിട്ടിയത്. പക്ഷേ എനിക്ക് മാനസ് കിട്ടിയപ്പോൾ എനിക്ക് അവിടേക്ക് ഫ്ലൈറ്റ് കണക്ടിവിറ്റി ഇല്ല, അവിടുത്തെ ലോഡ്ജിൽ താമസമില്ല. ഇത് 8 മാസം മുമ്പ് ഞാൻ ബുക്ക് ചെയ്തിട്ടാണ് എനിക്ക് അവിടെ അക്കോമഡേഷൻ പോലും കിട്ടിയത്. കാരണം അത്രയ്ക്ക് ആളുകളുടെ ജനകീയ സ്ഥലം. എല്ലാവരും ഇപ്പോൾ ചുമ്മാ സ്ഥലത്ത് കൊണ്ടുപോകുമ്പോൾ ആമസോൺ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പല ടൂർ കമ്പനികളും 2000 കിലോമീറ്റർ അപ്പുറമുള്ള ഒരു തോട്ടി കൊണ്ടുപോകും. ആമസോണിന്റെ 4ാമത്തെ ട്രിബ്യൂട്ടറിക്കാണ് കാണിക്കുന്നത്. കാരണം യഥാർത്ഥത്തിൽ സ്ഥലത്ത് എത്തുക എന്ന് പറഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടാണ്. നമ്മൾ തന്നെ അത്ര ഹോംവർക്ക് ചെയ്തിട്ടും അത്ര ബന്ധങ്ങളുണ്ടായിട്ടാണ് നമുക്ക് അവിടെ അക്കോമഡേഷൻ കിട്ടിയത്, ഫ്ലൈറ്റ് കണക്ട് കിട്ടിയത്. അപ്പോൾ ഇതിനകത്ത് കുറേ ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് വേണ്ടി വരുമല്ലോ. 10 ഡൊമസ്റ്റിക്. കാരണം നമ്മുടെ ഈ നമുക്കറിയാലോ സൗത്ത് അമേരിക്കയിലെ 40% ഈ ആമസോൺ ബേസിനാണ്. ആമസോൺ ഫോറസ്റ്റും ആമസോൺ ഇതുമാണ്, റിവറുമാണ്. അപ്പം ഇത്രമാത്രം 40% സാധനത്തിനുള്ളിൽ കൂടി നമ്മൾ ഇക്വേറ്റർ 2-3 പ്രാവശ്യം ക്രോസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇത്രമാത്രം യാത്രകളിലേക്ക് പോകണമെങ്കിൽ നമുക്ക് റോഡില്ല, ഫ്ലൈറ്റ് അല്ലാതെ റോഡുകളൊക്കെ നല്ല സ്ഥിതികളൊന്നും. അപ്പം അത് നമ്മൾ അത്ര പ്രബലമായ വിധത്തിലുള്ള ഒരു ബന്ധമാണ് കഴിഞ്ഞ യാത്രയിലൂടെ നമ്മൾ ഉണ്ടാക്കിയത്. അപ്പം നമ്മൾ ആമസോണിൽ താമസിച്ചിട്ട് ആമസോണിൽ നമ്മൾ കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ടല്ലോ. ആമസോൺ ഉണ്ട്. ആമസോണിൽ ഒരുപാട് ഒന്ന് ഇപ്പോൾ ഈ മീറ്റിംഗ് ഓഫ് വാട്ടേഴ്സ് ഉണ്ട്, പിന്നെ അനക്കോണ്ടയുടെ ഇത് ഉണ്ട്, പിന്നെ അവിടുത്തെ പിരാന ഫിഷിംഗ് ഉണ്ട്. പിന്നെ അങ്ങനെ ഒരുപാട് നമ്മളവിടെ മുഴുവൻ ആമസോണിൽ ആമസോണില്ല, നമുക്ക് പിരാനയുടെ ഇറച്ചി കഴിക്കാം. പിരാനയുടെ ഫിഷ് ചെയ്തിട്ട് പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇപ്പോൾ കഴിച്ചു, വളരെ ടേസ്റ്റിയാണ്. പിന്നെ എല്ലാവർക്കും പേടിയായിരുന്നു ഈ ഭീകര ജീവനെ, കാരണം ഇതിന്റെ പല്ല് കാണുമ്പോൾ നമ്മൾ, കാരണം അത് ഈ പിരാന എന്ന സാധനം എല്ലാവർക്കും ആമസോൺ റിവറിൽ പേടിയാണ്. ആമസോൺ റിവറിൽ എങ്ങനെയാണ് പിരാന ഉണ്ടാകും. പിരാന എന്ന് പറഞ്ഞത് നോർമലി ഒരു കാല് വെച്ചാലൊന്നും പ്രോബ്ലം ഇല്ല. പക്ഷെ നമ്മുടെ കാലിൽ എവിടെയെങ്കിലും മുറിവുണ്ടെങ്കിൽ നിമിഷ നേരം കൊണ്ട് പിരാന അസ്ഥി കൂടായിട്ട് കിട്ടും. ഞാനവിടെ നിൽക്കുമ്പോൾ എൻ്റെ ഒരു ഗൈഡ് പറഞ്ഞു, കഴിഞ്ഞ ദിവസം ഒരു പോത്ത് അവിടെ വെള്ളം കുടിക്കാൻ ഇറങ്ങിയ സമയത്ത് പോത്തിൻ്റെ കാലിൽ ഒരു മുറിവുണ്ടായിരുന്നു. നിമിഷ നേരം കൊണ്ട് 1000-1000 പിരാനകൾ വന്ന് അതിനെ വലിച്ചെടുത്ത് കൊണ്ടുപോയി പിന്നെ അവൻ്റെ അസ്ഥി കൂടെ കിട്ടിയത്. അപ്പോൾ നമ്മൾ ഒരുപാട് മൂവീസിലൊക്കെ ഉണ്ട്. അങ്ങനെ പിരാനയും പിന്നെ മറ്റേ ഒരുപാട് അങ്ങനത്തെ ഡോൾഫിനൊക്കെ പ്രത്യേകം ഡോൾഫിൻ. പിന്നെ അതിനകത്തോടെ നല്ലൊരു ബോട്ട് ട്രിപ്പ് ഉണ്ട്. അതും ബോട്ട് ട്രിപ്പും ഇപ്പോൾ ഈ മീറ്റിംഗ് ഓഫ് വാട്ടേഴ്സും അങ്ങനെ എല്ലാം കൂടി ശരിക്കും 3 ദിവസമാണ് നമ്മൾ ശരിക്കും. അപ്പം നമ്മളെല്ലാ പ്രധാന സ്ഥലത്തും കൂടുതൽ സമയം ചെലവഴിച്ചിട്ടാണ് നമ്മൾ അല്ലാണ്ട് വെറുതെ ഓട്ടപ്രദർശനമല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കാരണം എന്താ പിന്നെ ഒരിക്കലും സമയമുള്ള നമ്മൾ ഇതിനോട് സ്വപ്നം ആഗ്രഹിക്കുന്ന നല്ല യാത്രികയാണ് നമ്മളിൽ പ്രതീക്ഷിക്കുന്നത്. ചുമ്മാ ഒരു ദിവസം 10 ദിവസം കൊണ്ട് പോയി വരുന്നത് പറഞ്ഞാൽ അതുകൊണ്ടൊരു കാര്യമില്ല, കാരണം ഒരു വರ್ತല്ല. അങ്ങനെ അവിടെ നിന്ന് നമ്മുടെ നേരെ വരുന്നത് അടുത്ത നേച്ചർ വേണ്ട ഇഗ്വാസു ഫാൾസ്. ഏകദേശം 2.7 കിലോമീറ്റർ ആണ് ഈ ഇഗ്വാസു ഫാൾസിന്റെ നീളമുള്ളത്. അത് 2 രാജ്യങ്ങളിലായിട്ടാണ്. അതെ, 2 രാജ്യങ്ങൾ
രാജ്യങ്ങളും 3 രാജ്യങ്ങളും പങ്കിടുന്ന ഉത്തരമാണ്. ഒന്ന് ബ്രസീലും അർജന്റീനയും പരാഗ്വയും. അപ്പോൾ 3 പ്രദേശങ്ങളിലാണ്. അവിടെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഹൈഡ്രോ പ്രൊജക്റ്റ് ഉള്ളത്. ഈ മറ്റേ ഇറ്റായിപ്പോ എന്ന് പറഞ്ഞ ഡാമുള്ളത്. അത് ഇപ്പോൾ ഓൾമോസ്റ്റ് ചൈനയിൽ ഒരെണ്ണം പണിതുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും ഇപ്പോൾ നിലവിൽ ഉള്ള ഏറ്റവും വലിയ ഹൈഡ്രോ പ്രൊജക്റ്റാണ് ഇറ്റായിപ്പോ. അതുൾപ്പെടെയുള്ള അവിടുത്തെ ബേസിനും അവിടുത്തെ 3 സ്ഥലങ്ങളിൽ നിന്നുള്ള വെള്ളച്ചാട്ടമാണ്. അത് ഒരു 275ഓളം ചെറിയ വെള്ളച്ചാട്ടങ്ങൾ ചേർന്നിട്ടാണ് ഈ 2.7 കിലോമീറ്ററിലുള്ള ഉള്ളത്. അതിനേക്കാളും ഗംഭീരമാണ് നമ്മൾ ആമസോൺ ബേസിൻ. നമുക്കറിയാലോ അതിൻ്റെ റിവറും അതിൻ്റെ ലോകത്തിലെ ഏറ്റവും വീതി കൂടിയതാണ് ആമസോൺ റിവർ. 45 കിലോമീറ്ററാണ് അതിൻ്റെ വീതി. അതിൻ്റെ മുകളിൽ പാലം പോലും ഇല്ല, കടൽ പോലും ഇല്ല. ആമസോൺ 40% ഈ ആമസോണിനെ ഇത് ചെയ്യുന്നത്, അതിനെ ഫീഡ് ചെയ്യുന്നത് സഹാറ മരുഭൂമിയിൽ കേട്ടിട്ടുണ്ടോ? സഹാറ മരുഭൂമിയിൽ നിന്നുള്ള ഡസ്റ്റാണ് ആമസോണിൻ്റെ ഈ പൊട്ടാസ്യം ഇതൊക്കെ വളർത്തി കൊണ്ടുവരുന്നത്. അത് 3000 കിലോമീറ്റർ പറന്നിട്ട് തന്നെ പ്രകൃതി തന്നെ ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത്. പ്രകൃതി തന്നെ 6% ഓക്സിജൻ വരുന്നത് ഇതിൽ നിന്നാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഗംഭീരമാണ് യാത്ര. അത്രയ്ക്കില്ല ഇതെങ്കിലും ഇത് അതിനേക്കാളും വലിയ ഏറ്റവും വലിയ വെള്ളച്ചാട്ടങ്ങളിലൊന്നാണ് ഈ ഗാസു ഫാൾസ്. കാണുന്നുണ്ട്. 3 രാജ്യത്തേക്കും പോകുന്നുണ്ട്. 1 രാജ്യത്തേക്കും നമ്മൾ പോകുമ്പോൾ അത് വൃത്തിയായിട്ട് കണ്ട പോരാണ്. കാരണം ചുമ്മാ ഹെലികോപ്റ്ററിൻ്റെ അവിടെ ഹെലികോപ്റ്റർ റൈഡ് ഉണ്ട്. പിന്നെ നമ്മളവിടെ പോയി ഹെലികോപ്റ്റർ റൈഡിലൂടെ വിശാലമായ അതിൻ്റെ റിസർവയറും അതിൻ്റെ പ്രദേശവും വൃഷ്ടിപ്രദേശവും കൂടി കണ്ടിട്ടാണ് നമ്മൾ. അതിനുശേഷം നമ്മൾ നേരെ അർജന്റീന. അതിൽ അവിടെയാണുള്ള ഒരുവിധം അറ്റാണ്, ഏറ്റവും തെക്കേ അറ്റാണ്. അർജന്റീനയിൽ പോകണം. അർജന്റീനയിൽ നിന്ന് സിറ്റി റൂം അവിടുത്തെ പ്രധാനപ്പെട്ട കാഴ്ചകൾക്ക് ഉപരി അവിടെയാണ് നമ്മളിപ്പോൾ ഈ കൗബോയ്സിൻ്റെ വില്ലേജിലേക്ക് പോകണം. അതൊരു ഇതാണ്. അവരുടെ സ്റ്റീക്കും അവരുടെ ഫുഡും അവരുടെ വൈനും ഒക്കെ കൂടി അവരുടെ ഡാൻസും അവരുടെ ടാങ്കോ. അവിടെ ഒരു ടാങ്കോ ഡാൻസ്. വൈൻ മാത്രമേ ഉള്ളൂ അവരുടെ അവരുടെ ലോക്കൽ ഡ്രിങ്ക്സും അതൊരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ്. അവിടെ നമ്മളൊരു ടാങ്കോ ഡാൻസ് എക്സ്പീരിയൻസ്. അവർ ഇഗാസോ ഫാൾസിലും നമ്മുടെ അവരുടെ കൗബോയ്സിൻ്റെ ഒരു ഡാൻസ് പെർഫോമൻസ് ഉണ്ട്. അവർ ഇവിടെയുണ്ട്. അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും ഇത് അവരുടെ കൾച്ചറും കൂടി അനുഭവിക്കുന്ന വിധത്തിലാണ് നമ്മൾ ഈ കാര്യം ചെയ്തത്. അങ്ങനെ അവിടെ നിന്നാണ് ബ്യൂണസ് എയർസിൽ നിന്നാണ് ദ കലാഫാത്തായി സ്വപ്ന തുല്യമായ പാറ്റഗോണിയൻ പാറ്റഗോണിയൻ റീജിയനിലേക്ക് കടണേ. അതും ഈ ഫ്ലൈറ്റ് യാത്രയും വലിയൊരു യാത്രയാണ്. കാരണം ഭൂമിയുടെ ഏറ്റവും തെക്കേറ്റത്തേക്കാണ് നമ്മൾ ഫ്ലൈ ചെയ്യുന്നത്. അതിൽ അവിടെയാണ് ഏറ്റവും വലിയ ഏറ്റത്തുള്ള ഭൂമിയുടെ സിറ്റി ടൗണുകളുള്ളത്. ടൗണല്ല, അത് നമ്മൾ ഉഷ്വായതിനെ കുറച്ച് അറ്റത്താണ്. അവിടെ നിന്ന് അന്റാർട്ടിക്ക പോകുന്നത്. അതിൻ്റെ വലതുവശത്താണ് നമ്മുടെ മെഗല്ലൻ്റെ സ്ട്രെയിറ്റ് ഉള്ളത്. മെഗല്ലൻ കടന്നുപോയതും ചാൾസ് ഡാർവിൻ കടന്നുപോയതും ഇതില്ല. കാരണം അവിടെ ഞാൻ പറഞ്ഞില്ലേ ഏറ്റവും വലിയ നശിക്കപ്പെടാത്ത ഫോസിൽസ് ഉള്ളത് ഇത്ര ഗംഭീരമായ ഈ പാറ്റഗോണിയൻ ഗ്ലേസിയർ ഉള്ളത്. അതിൽ ഒരു പെരുത്തോ മെരീനോ എന്ന് പറഞ്ഞൊരു ഗ്ലേസിയറാണ് നമ്മൾ കാണുന്നത്. ഇതുപോലെ തന്നെ ഒരു ഗ്ലേസിയർ അപ്പുറത്ത് ഇത് ചിലിയും അർജന്റീനയും കൂടെയാണ്. ആൻഡസ് പർവ്വതം അറിയാല ലോകത്തിൽ ഏറ്റവും നീളം കൂടിയാണ്. 7000 കിലോമീറ്ററാണ് ആമസോണിൽ. നമ്മുടെ മറ്റുള്ള രാജ്യങ്ങളുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഈ ആൻഡസ് പർവ്വതത്തിലാണ് ഈ പറഞ്ഞ മഹാത്ഭുതത്തുള്ളത്. അതിൻ്റെ അതും പറഞ്ഞ നേരത്തെ സൂചിപ്പിച്ചില്ല, അന്റാർട്ടിക്ക പറഞ്ഞത്. അന്റാർട്ടിക്കയിൽ പോലെ നീല നിറത്തിലുള്ള നീല നിറത്തിലുള്ള ഐസിന്റെ ഈ കൊറിഡോറുള്ള ഇപ്പൊ നമ്മൾ നോർത്ത് പോളിലുണ്ട്. നോർത്ത് പോളിലുള്ളതൊക്കെ വൈറ്റ് ആണ്. ഗ്രീൻലാൻഡും സെയിം ഉണ്ട്. പക്ഷെ ഇത് കൃത്യം കടന്നു കഴിയുമ്പോൾ അത് വിസ്മയിപ്പിക്കുന്ന ആ ലോകത്തേക്ക് അതും നശിക്കപ്പെടാത്ത കിടക്കുന്ന അതും വലിയൊരു കാഴ്ചയാണ് ഈ പറഞ്ഞ ആമസോണിൻ്റെ ഉള്ളത്. ഈ പറഞ്ഞ ആൻഡിസ് പർവ്വതത്തിനുള്ളത്. അപ്പോൾ ഈ ആൻഡിസിനോട് ചേർന്ന് കിടക്കുന്ന എല്ലാ അത്ഭുതങ്ങളും നമ്മൾ കാണണം. അവിടെ നിന്ന് നമ്മൾ ഈ ആൻഡിസിനോട് ചേർന്ന് കിടക്കുന്ന കണ്ട ആമസോൺ കണ്ടു. ആൻഡിസിനോട് ചേർന്ന് കണ്ട ഡെസേർട്ട് ഉൾപ്പെടെയുള്ള അതിൻ്റെ പുറത്ത് ഗ്ലേസിയർ ഉൾപ്പെടെയുള്ള ഇത് കണ്ടു. അങ്ങനെ ഒരു സൗത്ത് അമേരിക്ക കടന്നു നോക്കുന്നതിൽ അതിൻ്റെ അടുത്ത ഭാഗത്തേക്ക് നമ്മൾ നെക്സ്റ്റ് പോകുന്നത് ഏത് സാന്റിയാഗോ ചിലിയുടെ സാന്റിയാഗോ നഗരവും ചിലിയുടെ അവിടുത്തെ നല്ല ഗംഭീരമായ കാഴ്ചകളും കണ്ട് ആൻഡീസിൻ്റെ കണ്ടിന്യൂസ് ഉള്ള മാച്ചു പിച്ചു റൂട്ടിലേക്കാണ് ലാസ്റ്റ് നമ്മുടെ അവസാനത്തെ ലെഗിന് തൊട്ട് മുമ്പായിട്ട് പോകുന്നത്. മാച്ചു പിച്ചു എല്ലാവർക്കും അറിയാം, ഏറ്റവും സുപരിചിതമാണ്. എല്ലാ ആളുകളും ഇൻകാസിൻ്റെ പ്രസിദ്ധമായ ഇൻകാസിൻ്റെ സാമ്രാജ്യം ഇതായിരുന്നു. അതുപോലെ അതിൻ്റെ തന്നെ ഒരു ഡ്രീം ട്രെയിനിലാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ചെന്ന് ലാൻഡ് ചെയ്യുന്നത് കുസ്കോ എന്ന സ്ഥലം. കുസ്കോ എനിക്ക് തോന്നുന്നത് കുസ്കോ ലോകത്തിലെ ഏറ്റവും ഹൈറ്റ് ഉള്ള നഗരങ്ങളിലൊന്നാണ്. അതൊരു 3000-4000 മീറ്റർ
സമുദ്രനിരപ്പിൽ നിന്നും ഉള്ളതാണ്. അവിടെയാണ് അക്ലൈമൈസേഷൻ. അതെ, നമ്മൾ ഡയമോക്സ് ടാബൊക്കെ തലേദിവസം കഴിച്ചിട്ടൊക്കെ ചെന്ന് ഇറങ്ങണം. കാരണം നമ്മൾ ഈ ലേയിലൊക്കെ ചെല്ലുന്ന പോലെ. ഇതിൻ്റെ നമ്മുടെ യാത്രയുടെ വേറൊരു പ്രത്യേകത കൂടിയാണ്. ഇപ്പം നമ്മളൊക്കെ വളരെ അഡ്വാൻസ്ഡ് ആയി. നമ്മൾ പോകുന്ന ആമസോണും ഈ പോകുന്ന സ്ഥലത്തും ആൾക്ക് യോജിക്കുന്ന വിധത്തിൽ അസുഖങ്ങൾ ഉണ്ടാവാതിരിക്കാനുള്ള ഒരു മെഡിസിനൽ കിറ്റും കൂടി ഞങ്ങൾ കൊടുക്കണേ. അത് വയറിൻ്റെ അസുഖം, പനി വരാതിരിക്കാൻ, അതുമാതിരി ഇമ്മ്യൂണിറ്റി ഉണ്ടാവാതിരിക്കാൻ, അങ്ങനെ സകലമാന വരുന്ന അസുഖങ്ങൾ എന്തൊക്കെ അവന് വരുന്നോ അതൊക്കെ തടയാനുള്ള മെഡിക്കൽ കിറ്റും കൂടി നമ്മൾ കൊടുക്കണം. അല്ല കസ്റ്റമറുടെ ഇതും സേഫ്റ്റിയും കസ്റ്റമറുടെ ഇതും അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പോകുന്ന അറിയില്ല, പണ്ടൊക്കെ ഈ ആമസോണിൽ പോകുമ്പോൾ യെല്ലോ ഫീവർ, കാരണം അവിടുത്തെ ചെറിയ തരം കൊതുകുകളുണ്ട്, മോസ്കിറ്റോസ്. ഈ മോസ്കിറ്റോസ് കഴിച്ചാൽ നമ്മുടെ ഇവിടുത്തെ യെല്ലോ ഫീവർ ഉണ്ടാവും. അത് ഇതെടുത്തിട്ട് പോകണം, വാക്സിൻ എടുക്കണോ? വാക്സിൻ നിർബന്ധമായിരുന്നില്ല ആദ്യം, നിർബന്ധമായിരുന്നു, ഇപ്പം നിർബന്ധമല്ല. ഞാനിപ്പോൾ പണ്ടേ എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഉള്ള വേറൊരു പ്രശ്നം ഉണ്ടെന്ന് വെച്ചാൽ തിരിച്ചു വരുമ്പോൾ ഇന്ത്യയിൽ നിർബന്ധമാണ്. അതുകൊണ്ട് എടുത്തു പോകണം. കാരണം അവിടെ ഇപ്പോഴും നിയമം മാറിയിട്ടില്ല. അതിനേക്കാൾ വലിയ വാക്സിൻ കോവിഡ് വന്നു, അതുകൊണ്ട് അവരതൊക്കെ എടുത്ത് കളഞ്ഞ് നോക്കുന്നില്ല. പണ്ടൊക്കെ പോകുമ്പോൾ ആമസോണിലേക്ക് പോകുമ്പോൾ കേട്ടിട്ടുണ്ട് യെല്ലോ ഫീവർ ഉണ്ടെങ്കിൽ നോക്കിയിട്ടാണ് കടത്തി വിടുന്നത്. ഇപ്പം എല്ലാ ഫീവർ വാക്സിൻ അവർക്ക് നിർബന്ധമല്ല, ഇന്ത്യക്ക് നിർബന്ധമാണ്. അത് കൊച്ചിക്ക് മാത്രമേ ഉള്ളൂ, ബോംബെക്കും ചെന്നൈക്കും വേണ്ട. ഇവിടെ എല്ലാ കാര്യങ്ങളും നിർബന്ധമാണ്. നമ്മൾ അങ്ങനെ വളർത്തുന്നത്, നമ്മൾ അതുപോലെ സംരക്ഷിച്ച് വളർത്തുന്ന ഒരു ജനതയാണ് കേരളത്തിലുള്ളത്. ഡോക്ടർ ബെന്നി കൂടെ ഉണ്ട്, ഒന്നും പേടിക്കണ്ട, മരുന്നെല്ലായിട്ട്. ഈ ഷർട്ട് കണ്ടിട്ടുണ്ടോ ഡോക്ടർ ബെന്നി? അപ്പോൾ അങ്ങനെ നമ്മൾ മാച്ചുപിച്ചുവിൻ്റെ കുസ്കോ കഴിഞ്ഞ്, കുസ്കോയിൽ നമ്മൾ കഴിഞ്ഞ് കുസ്കോയിൽ നിന്നാണ് നമ്മൾ നേരെ മാച്ചുപിച്ചുവിൻ്റെ യഥാർത്ഥ മാച്ചുപിച്ചു നഗരത്തിലെ ഇൻകാസിൻ്റെ മാച്ചുപിച്ചു സാമ്രാജ്യത്തിലേക്ക് നമ്മൾ പോകുന്നത്. ആ മാച്ചുപിച്ചു ഇതിൽ കണ്ട് അവിടുത്തെ കാഴ്ചകൾ കണ്ട് 2 ദിവസം നമ്മളിവിടെ താമസിക്കുന്നത്. കഴിഞ്ഞിട്ടാണ് നമ്മൾ തിരിച്ച് ലീമയിൽ വരുന്നത്. ലീമ പെറുവിടെ തലസ്ഥാനം. ലീമയിലെ അവിടുത്തെ കാഴ്ചകളും. ലിമയിൽ ലോകത്തിലെ ഏറ്റവും ഹൈറ്റുള്ള തലസ്ഥാന നഗരമാണ്. അതെ, ലീമ. അപ്പോൾ അത് ലിമയിലെ കാഴ്ചകൾ കണ്ടതിന് ശേഷമാണ് നമ്മളെ ലാസ്റ്റ് നമ്മളെ കൊളംബിയ. നമ്മുടെ ആളുടെ പേര് എന്നിട്ട് നമ്മുടെ പാബ്ലോ എസ്കോ, അതുപോലെ നമ്മുടെ ഇങ്ങേരുണ്ട് ഗബ്രിയേൽ മാർക്കേസിന്റെ കൊളംബിയ. 2 എക്സ്ട്രീംസാണ്, മാർക്കേസും പാബ്ലോ എസ്കോബാറും. കൊളംബിയ ഒരു രക്ഷയില്ല, വളരെ ബ്യൂട്ടിഫുൾ. സ്ഥലങ്ങളാണ് അവിടുത്തെ. അവിടെയും അവരുടെ കൊളംബിയൻ ഡാൻസ് പെർഫോമൻസും അങ്ങനെയൊക്കെ ആയിട്ടുള്ള എല്ലാം അടിപൊളി സ്ഥലം. നമുക്ക് കണ്ട സ്ഥലങ്ങളിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നഗരമാണ് കൊളംബിയ. ചിന്തിക്കില്ല, കൊളംബിയയിലെ ബൊഗോട്ട എന്ന് പറയുമ്പോൾ സഞ്ചാരികളുടെ ആളിപ്പോൾ ഇവിടുന്ന് റയോ ഇറങ്ങണ പോലെ തന്നെയാണ് അവിടെ വന്ന് ഇറങ്ങും. വളരെ അതിലൊരു മോണ്ടെസെറാത്ത് എന്ന് പറഞ്ഞൊരു മലയുടെ മുകളിൽ പോയിട്ടുള്ള ഒരു വ്യൂ ഒക്കെ ഉണ്ട്. വളരെ നമ്മൾ ഒരിക്കലും മറക്കാത്ത ഒരു ഡെസ്റ്റിനേഷനാണ് ഈ കൊളംബിയ. അങ്ങനെ തെക്ക് മുതൽ വടക്ക് വരെ ഉള്ള എല്ലാ ഭാഗങ്ങളും ക്രമീകരിച്ചുകൊണ്ടുള്ള സ്വപ്ന തുല്യമായ യാത്രയാണ്. അതായത് ഇപ്പം എനിക്ക് തോന്നുന്നു സൗത്ത് അമേരിക്കയിലെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ സ്ഥലങ്ങളും ടച്ച് ചെയ്യുന്നു. എല്ലാം യാത്ര ആഗ്രഹിക്കുന്നവനാണെങ്കിൽ ഇതിനേക്കാൾ അപ്പുറത്തൊരു ഒരു പ്രോഗ്രാം ഇല്ല, ഒരു ഇതില്ല എന്നാണ്. സൗത്ത് അമേരിക്ക പലരും മാറ്റി നിർത്തുന്നത് ഇപ്പോൾ ഈ പറഞ്ഞ കുറച്ച് ദിവസം എടുത്ത് കാണണം, പിന്നെ കുറച്ച് എക്സ്പെൻസീവാണ്, മറ്റ് രാജ്യങ്ങളോടുമ്പോൾ കുറച്ച് ദൂരം കൂടുതലുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ നമ്മൾ ഒറ്റയ്ക്ക് പോയി തന്നെ അത്ര ഭയങ്കര സേഫായിട്ടുള്ള സ്ഥലങ്ങൾ, ചില സ്ഥലങ്ങളൊന്നും സേഫ് അല്ല. അതുകൊണ്ട് തന്നെ ഗ്രൂപ്പിലൊക്കെ പോകുന്നത് എപ്പോഴും നന്നായിരിക്കും. അതായത് കൊളംബിയയിലൊക്കെ ഗ്രൂപ്പ് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്. അത് മാത്രമല്ല, നമ്മളിപ്പോൾ അറിയാവുന്നതുകൊണ്ട് കൂടെ പോകാന്ന് പറയുമ്പോൾ അതുകൊണ്ട് അതാണ് ഏറ്റവും നമ്മൾ ഇത്ര ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു പ്രത്യേകിച്ച് അറിയാല്ല. നമ്മൾ യാത്രയോടുള്ള വേഷം കൊണ്ടാണ് നമ്മൾ എനിക്ക് കടന്നു വന്നത്. അല്ലാണ്ട് ഒരു ബിസിനസ് എന്ന് പറഞ്ഞാൽ വെറും 50% മാത്രമേ ഉള്ളൂ. ആ ഒരു ഇതുകൊണ്ടാണ് നമ്മൾ ഇത്ര യൂണിക്കായി. അല്ലെങ്കിൽ ആരും ഇതിനോട് റിസ്ക് എടുക്കണം. ഏതെങ്കിലും കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർമാർ എൻ്റെ അടുത്ത് കുറച്ച് കാലം മുമ്പ് വെന്നി പറഞ്ഞു നമ്മൾ സൗത്ത് അമേരിക്ക ഇടുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോ ചെയ്യാനില്ല, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കണം. ഇന്നലെ രാത്രി 9 മണിക്ക് പോലും പറഞ്ഞു അത് 1-2 കാര്യം പഠിക്കാനുണ്ടോ. ആ രീതിയിൽ ബെന്നി കൃത്യമായി പഠിച്ചില്ല. അത് നമ്മളിൽ അങ്ങനെ ഒരു യാത്രികനുള്ളത്, അതുകൊണ്ടാണ് നമ്മൾ കണ്ടെത്തിയത്. അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ ഇങ്ങനെ ഒരു യാത്ര ഒരിക്കലും ഉണ്ടാവില്ലല്ലോ. ഇന്നും ആ ഇത് നമ്മൾ വിദേശ 200 രാജ്യങ്ങളിലേക്കുള്ള ഒരു പ്രയാണമാണ്. അപ്പോൾ അതിൻ്റെ ഇത്തിരി പോരായ്മകൾ തീർക്കാണ് പയ്യാട്ടെ പറഞ്ഞത്. നമ്മൾ 3 വർഷം 4-ാമത്തേക്ക് കടന്നു പോകുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ വിസകളെ പറ്റി പറയാം. എത്ര വിസ വേണം ഇത്? ശരിക്കും ഇതിൽ കൂടുതൽ അമേരിക്കൻ വിസ ഉള്ളവർക്കാണ് കൂടുതൽ സൗകര്യമുള്ളത്. കാരണം അമേരിക്കൻ വിസ ഉള്ളവർക്ക് ഇനി എടുക്കുമ്പോൾ ഒരു അർജന്റീന വിസ മാത്രം മതി. ആണല്ലേ? ബ്രസീലും വേണ്ട? ഒന്നും വേണ്ട. അല്ല, അർജന്റീന ബ്രസീൽ അർജന്റീന ബ്രസീൽ വേണ്ട. ബാക്കിയുള്ളതൊക്കെ നമുക്ക് മാനേജ് ചെയ്യാം. അല്ലാതെ വരുന്നവർക്ക് ആണ് ഉള്ളത്. പിന്നെ അമേരിക്കൻ വിസ നമുക്ക് ഓൾമോസ്റ്റ്
നമ്മളത് എക്സ്പേർട്ട് ആണല്ലോ. അല്ല ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ അങ്ങനെയല്ല, അമേരിക്കൻ വിസ ഇല്ലാത്തവർക്കാണെങ്കിൽ ഇപ്പൊ തന്നെ എടുത്തു തുടങ്ങി. അമേരിക്ക ഇപ്പൊ നമുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പ്രോബ്ലം ഇല്ല, കാരണം നമുക്ക് ഇമ്മീഡിയറ്റ്ലി അതിനുള്ള പ്രോസസ്സ് തുടങ്ങാം. കാരണം നവംബർ 25 നമുക്ക് അതിനുള്ള സമയമുണ്ട്. അതിനുള്ളിൽ നമുക്ക് മറ്റു വിസകളൊക്കെ എടുക്കാനും പ്രോബ്ലം ഇല്ല. എന്താണ് അവിടുത്തെ കാലാവസ്ഥ എന്തായിരിക്കും? കാലാവസ്ഥ എന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷം ഞങ്ങൾ പോയപ്പോൾ ഉണ്ടായ ഒരു കാലാവസ്ഥയുടെ ഇപ്പോൾ ഏറ്റവും സുന്ദരമായ കാലാവസ്ഥയാണ്. കാരണം നമുക്കറിയാലോ ഇക്വേറ്ററിനോട് താഴെ കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ എപ്പോഴും ഇപ്പോൾ മറ്റോടത്ത് വിൻ്റർ ആണെങ്കിൽ ഇപ്പോഴത്തെ സമ്മറാണ്. അപ്പോൾ ഈ ശരിക്കും അതിനെക്കുറിച്ച് സ്റ്റെബിലൈസ് ചെയ്യുന്ന ഏറ്റവും നല്ല കാലാവസ്ഥയാണ്. അത് മാത്രമല്ല ഇതിന് വേറൊരു പ്രത്യേകത ഉണ്ട്. പാറ്റഗോണിയൻ്റെ ഗ്ലേസിയർ ഏറ്റവും ഗംഭീരമായി നിലനിൽക്കുന്ന സമയമാണ്. അതും കൂടിയും നമ്മൾ എടുത്തിട്ട് മറ്റുള്ള സ്ഥലത്ത് പാറ്റഗോണിയൻ ഗ്ലേസിയർ ഈ പറഞ്ഞമാതിരി 19-20 നിലയുടെ ഹൈറ്റിലുണ്ടാവില്ല, അല്ല ഉണ്ടാവില്ല. പക്ഷെ അത് ഏറ്റവും ഗംഭീരമായ, അതും കപ്പലിൽ അതിൻ്റെ ഉള്ളിലേക്ക് പോകണം, ഗ്ലേസിയറിനുള്ളിലേക്ക് പോകണം. ആ ഗ്ലേസിയർ 275 സ്ക്വയർ കിലോമീറ്ററുള്ള ഏരിയ. ഈ ആമസോണിൻ്റെ കാര്യം പറഞ്ഞ മാതിരിയാണ്. അതിനുള്ളിൽ കൂടെ കപ്പലിലാണ് ഈ ഗ്ലേസിയേഴ്സ്. അപ്പോൾ ചെല്ലുമ്പോൾ ഒരു എന്താ പറയുക, ഒരു പുതിയൊരു ലോകത്തിന്, പ്രകൃതി നിർമ്മിത ഒരു പുതിയൊരു ലോകത്തേക്കാണ് നമ്മൾ എത്തിച്ചേരുന്നത്. അപ്പം പിന്നെന്താ പറയാനുള്ളത്? അപ്പം എന്താണ് നമ്മൾ വലിയ തണുപ്പുള്ള ഒരു സമയമല്ല, പക്ഷേ നമ്മൾ പാറ്റഗോണിയൻ അങ്ങനെ സ്ഥലങ്ങളുള്ളതുകൊണ്ടും നമുക്ക് അതിൻ്റെതായിട്ടുള്ളതും പിന്നെ എല്ലാം ചിട്ടയോടുകൂടിയുള്ള ആളുകൾക്ക് ഏറ്റവും നല്ല രീതിയിലാണ് കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, മെഡിസിൻ പോലും നമ്മൾ കൊടുത്ത് കൈകാര്യം ചെയ്യുമെന്ന് പറയുമ്പോൾ ഒരു വിധത്തിലും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലാണ്. എനിക്ക് തോന്നുന്നില്ല ആരും ഇതുപോലെ ഇത്ര തയ്യാറെടുപ്പോടുകൂടി ആരും ഒരു യാത്ര ഒരുക്കുന്നില്ല എന്നുള്ള കാര്യം. വേറെ വെച്ചാൽ ഈ 10 ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് എന്നൊക്കെ പറയുന്നത് നമ്മൾ ഒറ്റയ്ക്കൊന്നും പോകുമ്പോൾ അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇതെല്ലാം നേരത്തെ ബുക്ക് ചെയ്ത് ഓരോരുത്തരുടെ ലഗേജ് പോലും അഡീഷണൽ ആയിട്ടൊക്കെ ബുക്ക് ചെയ്യണം. അതിൽ ഏറ്റവും വലിയ രസകരമായിട്ടുള്ള നമ്മൾ ഹോട്ടലിൽ ഞങ്ങളുടെ അവിടെ ഉണ്ടാക്കുന്ന ടൈപ്സ് എന്ന് അറിയാം. ഹോട്ടലിൽ ലഗേജ് കൊടുത്താൽ അവൻ പിന്നെ ഫ്ലൈറ്റിൽ കയറാൻ നേരത്ത് ചെക്കിങ്ങിൽ ലഗേജ് അവിടെ വരുന്നുള്ളതാണ്. നമ്മൾ കൊണ്ടുപോയണ്ട ഹോട്ടലിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ 10 ഫ്ലൈറ്റുകളുടെയും ഡൊമസ്റ്റിക്കിന്റെ ബോർഡിംഗ് പാസും വരും, ടാഗും വരും ഹോട്ടലിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ. എന്നിട്ട് പാസ്പോർട്ട് ടാഗ് വെച്ച് കൊടുത്ത് നമ്മൾ ബസ്സിൽ പോയാൽ മതി. പിന്നെ നമ്മൾ കൗണ്ടറിൽ ചെന്ന് നിൽക്കുമ്പോഴേക്കും നമ്മുടെ പെട്ടി കൗണ്ടറിൽ ചെക്കിംഗ് ബാജിലുണ്ടാവും. കാരണം റിട്ടയർഡ് ഒക്കെ ആയിട്ടുള്ള ആൾക്കാരൊക്കെ ധാരാളം ഉണ്ട് നമ്മുടെ ഗ്രൂപ്പിലൊക്കെ. അവരൊക്കെ ഈ പെട്ടി വലിച്ചു, അല്ല അവർക്ക് ആശങ്കയാണ്. പ്രത്യേകിച്ച് നമ്മൾ 10 ഫ്ലൈറ്റ് എന്ന് പറയുമ്പോൾ അയ്യോ ഒരു ചെറുക്കണ്ട കൊണ്ടുപോകേണ്ട വലിച്ചു, ഇതൊന്നും വേണ്ട. രാവിലെ ഇറങ്ങുമ്പോൾ പെട്ടി റെഡി ആയിട്ട് ലോബിയിൽ വെച്ചാൽ പിന്നെ സാധനം ഫ്ലൈറ്റിൽ എവിടെ ചെക്കിംഗ് ബാഗിന്റെ കൗണ്ടറിലുണ്ടാവും. അത്രയ്ക്ക് അതാണ് അങ്ങനെ ക്രമീകരിച്ചിരിക്കണേ. അല്ലെങ്കിൽ ആളുകൾക്ക് ഇത്ര യാത്ര എന്ന് പറയുമ്പോൾ വലിയ ഭയം, അയ്യോ എനിക്ക് പറ്റുമോ, ഇതൊക്കെ സാധിക്കുമോ അങ്ങനെ. കാരണം ഹോംവർക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് അത്ര വിധത്തിൽ നമ്മൾ. പിന്നെ എനിക്ക് തോന്നുന്നത് ഈ അവിടെ എത്തിക്കഴിഞ്ഞാലുള്ള യാത്രകളൊന്നും വളരെ ഒത്തിരി അവേഴ്സൊന്നും ഉള്ളതല്ല, എല്ലാം അടുത്തടുത്ത ചെറിയ 1-2 ഇപ്പോൾ ഭൂഖണ്ഡങ്ങളെ ക്രോസ് ചെയ്തിട്ടുള്ള 2 യാത്രകൾ മാത്രമേ ലെങ്ത് ഉള്ളൂ. കാരണം നമ്മൾ ഇത്ര കൺട്രീസ് നമ്മൾ കവർ ചെയ്യണല്ലോ. അപ്പോൾ എത്ര പേരായിരിക്കും ഗ്രൂപ്പിൽ? മാക്സിമം പറ്റുള്ളൂ. കാരണം ഇത്ര വലിയൊരു ഇതിലേക്ക് കൈകാര്യം ചെയ്യുമ്പോഴേ അതിലേക്കുള്ള ഉൾപ്പെടെയുള്ളതൊന്നുമില്ല. അപ്പം അതാണ്. അപ്പം ഇതിൻ്റെ ഇമ്മീഡിയറ്റ്ലി എൻ്റെ കാര്യങ്ങളിലേക്ക് കിടക്കണം. നവംബർ 25 വെച്ചിട്ട് കാത്തിരുന്നിട്ട് കാര്യമില്ല. അതിൻ്റെ പ്രൊസീജിയറിലേക്ക് അതെ അത് തന്നെയാണ് പറയാനുള്ളത്. ഇപ്പോൾ അമേരിക്കൻ വിസ ഉള്ളവർക്ക് ഈ പറഞ്ഞ 1-2 വിസ മതിയെങ്കിൽ മറ്റുള്ളവർക്ക് എല്ലാ വിസയും വേണ്ടതുകൊണ്ട് നേരത്തെ തന്നെ നിങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഈ കൊടുത്തിട്ട് നമ്പറിൽ വിളിക്കാം. ഇതിനേക്കാളും വലിയ ഗംഭീരമായ ഒരു സൗത്ത് അമേരിക്കൻ യാത്ര ഇനി ഇല്ല. അതെ, എല്ലായിടവും ടച്ച് ചെയ്ത് പോകുന്നതാണ്. തന്നെയല്ല ഇത്രയധികം പഠിച്ച് പാസ്സായി വന്നിരിക്കുന്ന ബെന്നിയാണ് നമ്മുടെ കൂടെ കൊണ്ടുപോകുന്നത്. ബെന്നിയുടെ കാര്യത്തിൽ എപ്പോഴും യാത്ര ചെയ്യുമ്പോൾ വളരെ കൃത്യമായി. ഇപ്പോൾ തന്നെയല്ല നമ്മളിപ്പോൾ ഇടയ്ക്കൊക്കെ നമ്മളോട് ബെന്നി എടുത്ത് എനിക്ക് ഓർമ്മയുണ്ട്, നമ്മൾ മറ്റേ നേതാജിയുടെ ജപ്പാനിലെ നേതാജിയുടെ അദ്ദേഹത്തിൻ്റെ ചിതാഭസ്മുള്ള സ്ഥലം വേണമെന്ന് പറഞ്ഞു. ബെന്നി അതുകൂടെ ആഡ് ചെയ്തു, അവിടെ വെച്ച് ആഡ് ചെയ്തു. അപ്പോൾ എന്തായാലും ഈ ഒരു സ്വപ്ന തുല്യമായ യാത്ര എന്ന് പറഞ്ഞാൽ വളരെ ശരിയാണ്. കാരണം സൗത്ത് അമേരിക്ക എന്ന് പറയുന്നത് യാത്രികരെ സംബന്ധിച്ച് ഇപ്പം ഞാനൊക്കെ എത്രയോ വർഷങ്ങളായിട്ട് പഠിച്ചു വെച്ചിരിക്കുകയാണ് സൗത്ത് അമേരിക്ക. ബെന്നി പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലെങ്കിലും എനിക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. കാരണം ഞാൻ അതുപോലെ വായിച്ചും വീഡിയോകൾ കണ്ടും പഠിച്ചു വെച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് ഞാനും വളരെ എക്സൈറ്റഡ് ആയിട്ടാണ് ഈ യാത്രയ്ക്ക് പോകുന്നത്. പിന്നെ ഇതൊരു അല്പം കോസ്റ്റ്ലി യാത്ര തന്നെയാണ്. കാരണം ലോകത്തിൻ്റെ അങ്ങേ അറ്റത്തേക്കാണ് പോകുന്നത്. പിന്നെ ഇത്രയധികം ഡൊമസ്റ്റിക് ഫ്ലൈറ്റുകളുണ്ട്, ഇത്രയധികം രാജ്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് എക്സ്പെൻസീവ് ആണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എങ്കിൽ പോലും ആ എക്സ്പെൻസ് എന്ന് പറയുന്നത് നിങ്ങളുടെ എന്താ പറയുക ഒരു ലോകത്തിലെ ഏറ്റവും മികച്ച സ്ഥലങ്ങൾ കാണാനുള്ള എക്സ്പെൻസ് ആയിട്ട് ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് കണക്കാക്കേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും വിളിക്കുക, കൂടുതൽ വിവരങ്ങളെല്ലാം ബെന്നിയുടെ ഓഫീസിൽ നിന്ന് പറഞ്ഞു തരും. നമുക്ക് ഒരുമിച്ച് പോകാൻ സാധിക്കും എന്ന് വിശ്വസിക്കുന്നു. ലെവലിലേക്ക് കിട്ടിയതിൽ അതിൻ്റെ വലിയ സന്തോഷം തീർച്ചയായിട്ടും അത് വലിയ സംഭവം തന്നെയാണ്. കാരണം ഇത്രയും കാലം മറ്റ് ട്രാവൽ ഏജൻസികളായിരുന്നു ടിക്കറ്റിങ്ങിനായിട്ട് ബെന്നി ആശ്രയിച്ചിരുന്നെങ്കിൽ തന്നെയല്ല അതിൻ്റെ ഒരു ചെറിയ ഡിസ്കൗണ്ടും നമുക്ക് വേണം കസ്റ്റമേഴ്സിലേക്ക് കൈമാറാൻ പറ്റും. പിന്നെ നമുക്ക് മിതമായ തോതിൽ ടിക്കറ്റുകൾ കൊടുക്കാനും പറ്റും. ഇനിയിപ്പോൾ മറ്റുള്ളത് പോലെയല്ല, നമുക്ക് ഏറ്റവും ലളിതമായ ടിക്കറ്റുകളും അതുപോലെ തന്നെ നമ്മുടെ ഈ പാക്കേജ് ഇപ്പോൾ നമ്മൾ വളരെ ടൂറിൻ്റെ വളരെ സ്ട്രോങ് ആണ്. വളരെ സ്ട്രോങ് ആയതുകൊണ്ട് നമുക്ക് ടിക്കറ്റും കൂടി ബെൽറ്റ് എന്നുള്ള 2ഉം കൂടിയുള്ള FITസും വളരെ മിതമായ നിരക്കിൽ ഏതൊരു സ്ഥലത്തേക്കും വേണമെങ്കിലും നമുക്ക് കൊടുക്കാൻ. മറ്റുള്ളൊരു ടിക്കറ്റ് മാത്രമേ കൊടുക്കുള്ളൂ, പാക്കേജ് കൊടുക്കില്ല. കാരണം പാക്കേജ് അവർക്ക് അറിയില്ല. നമുക്ക് ഏത് സ്ഥലത്തേക്ക് ടിക്കറ്റും വിസയും അതുപോലെ തന്നെ പാക്കേജും കൂടി നല്ല
സപ്പോർട്ടിൽ കൊടുക്കാനുള്ളൊരു പിന്നെ ഇതാണ് നമുക്കിപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം. നമുക്കപ്പോൾ കൂടുതൽ വിവരങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ജനങ്ങളെ അറിയിച്ചുകൊണ്ടിരിക്കാം. ആമസോൺ കാടുകളിൽ തീർച്ചയായിട്ടും കാണാം. മീറ്റിംഗ് ഓഫ് വാട്ടേഴ്സിൽ മുമ്പിൽ നിന്നിട്ട് പണ്ട് നമ്മൾ വിക്ടോറിയ ഫോൾസിന് മുമ്പിൽ ഇടുന്നില്ലേ, അതുപോലെ യാത്ര. അപ്പോൾ ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പോൾ ഇനി അതിന് ശേഷമുള്ള കുറച്ച് യാത്രകളെ പറ്റിയോട് പറയൂ. എന്തെങ്കിലും താല്പര്യമുള്ള ആൾക്കാർ ഏതെങ്കിലും ഡെസ്റ്റിനേഷൻ ഒക്കെ നോക്കിയിരിക്കുന്നുണ്ടോ? എന്തൊക്കെയാണ് ഇനി മുന്നോട്ടുള്ള കുറച്ച്? നമുക്കിപ്പോൾ നിലവിൽ നമുക്ക് എല്ലാ സ്ഥലങ്ങളിലേക്കും നമ്മൾ യാത്ര സംഘടിപ്പിക്കുന്നുണ്ട്. അത് യുണീക്കായിട്ടുള്ള യാത്രകൾക്ക് പുറമെ യൂറോപ്യൻ യാത്രകൾ, മറ്റേ അതൊക്കെ യൂറോപ്യൻ യാത്രകൾ പുറമെ സൗത്ത് ഈസ്റ്റ് ഏഷ്യ ആണെങ്കിൽ പിന്നെ തായ്ലൻഡ്, സിംഗപ്പൂർ, മലേഷ്യ, ബാലി ഒക്കെ ഉണ്ട്. ഈ ബാലി, വിയറ്റ്നാം, കംബോഡിയ. ഈ വിയറ്റ്നാമിലുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ വിയറ്റ്നാമിൽ ഗോൾഡൻ ഹോട്ടലുണ്ട്. ഗോൾഡൻ ഹോട്ടലിലാണ് വിയറ്റ്നാമിലെ ആളുകൾ താമസിക്കുന്നത്, ലോകത്തിലെ ഏറ്റവും വലിയ ഗോൾഡൻ ഹോട്ടൽ. അങ്ങനെ അതുമാതിരി ഈ വിയറ്റ്നാം, കംബോഡിയ, ബാലി അങ്ങനെയുള്ള യാത്രകൾ, ഈ എല്ലാ ഡെസ്റ്റിനേഷനും നമ്മളൊരു യുണീക്കായിട്ട് വിധത്തിലാണ് നമ്മളത് ചെയ്യുന്നത്. പിന്നെ ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, ജപ്പാൻ, കൊറിയ അങ്ങനെ സ്ഥലങ്ങൾ, അതുമാതിരി യു എസ് ഒക്കെ നമ്മൾ തന്നെ US-ൻ്റെതായിട്ടുള്ള അതുമാതിരി ആഫ്രിക്കൻ രാജ്യങ്ങൾ. ഈ ആഫ്രിക്കൻ രാജ്യങ്ങൾ കൂടുതൽ നമ്മൾ വരാൻ പോകണം. അതിപ്പോൾ കുറേ യൂണിറ്റുള്ളൂ. ഇപ്പം നിലവിൽ ഇപ്പോൾ വിക്ടോറിയ ഫോൾസും സൗത്ത് ആഫ്രിക്കയും സിംബാബ്വെ, സാംബിയയും കെനിയ, ടാൻസാനിയ നമ്മൾ പോയ മൈഗ്രേഷൻ അങ്ങനെ യാത്രകളൊക്കെ ഹോട്ടായിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ മറ്റേ യൂറോപ്പിൻ്റെ യാത്രകളും അതുമാതിരി റഷ്യയുടെ നമ്മൾ പോകുന്ന നോർത്തേൺ ലൈറ്റ്സ് ഉൾപ്പെടെയുള്ള റഷ്യയുടെ യാത്രകൾ അതും ഉണ്ട്. പിന്നെ നമ്മൾക്ക് മറ്റേ അസർബൈജാൻ വരുന്നുണ്ട്, അതുമാതിരി അൽമാട്ടി വരുന്നുണ്ട്, അൽമാട്ടി ഉണ്ട്, അതുമാതിരി ഉസ്ബെക്കിസ്ഥാൻ, കസാഖിസ്ഥാൻ, പിന്നെ 5 സ്ഥാൻ എന്ന സ്പെഷ്യലൈസ്ഡ് സീരീസ് വരുന്നുണ്ട്. എല്ലാ സ്ഥാനങ്ങളും വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ടൊമാറ്റോ ഫെസ്റ്റിവൽ സ്പെയിൻ്റെ ടൊമാറ്റോ ഫെസ്റ്റിവൽ. കാരണം ഞങ്ങൾ ഈ ടൂറുകൾക്ക് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഡിവിഷൻ കൊടുത്തിട്ടുണ്ട്. അതാണ് ഈവൻ ടൂർസ് എന്ന് പറഞ്ഞിട്ട്. എന്താ ഈവൻ ടൂർസ് എന്ന് വെച്ചാൽ എല്ലാ രാജ്യങ്ങളും നടക്കുന്ന ഈവൻസ് ആണ്. അതിൽ ആദ്യത്തെ ഈവൻറ്റ് ഞങ്ങൾ പോയത് ചിയാങ് മേലെ ലാൻഡൻ ഫെസ്റ്റിവലാണ്. അന്ന് നിങ്ങൾ പോയില്ലേ. ഇനിയിപ്പോൾ രണ്ടാമത്തെ ഈവൻ ഫെസ്റ്റിവൽ വരാൻ പോകുന്നത് ടൊമാറ്റോ ഫെസ്റ്റിവലാണ്. ടൊമാറ്റോ ഫെസ്റ്റിവൽ കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾ സിന്ദഗി നഹി മില്ലേഗി ദോബാര എന്ന് പറയുന്ന ഹിന്ദി ഫിലിം കണ്ടാൽ മതി. അതായത് ടൊമാറ്റോ ഇട്ട് ക്രഷ് ചെയ്തിട്ട്, അതുപോലെ ബുൾ ഫൈറ്റ് രണ്ടും ഗംഭീരമായി. ഇത് നമ്മൾക്ക് അതിനു മുമ്പ് നമ്മൾ തന്നെ ഒന്നിച്ച് പോകുന്നുണ്ട്. ടൊമാറ്റോ കുളിച്ചുകൊണ്ട് വീണ്ടും അതും കാണാവുന്നതാണ്. അതുവഴി നമുക്കൊന്ന് ജിബ്രാൾട്ടർ സ്ട്രൈറ്റ് കടക്കാൻ പറ്റിയത് നല്ലതാണ്. പിന്നെ ഒന്ന് ആലോചിച്ചു അങ്ങനെ ഒരു ഐറ്റിനറി കൂടി നന്നായിരിക്കും. അങ്ങനെ മൊറോക്കോ ജിബ്രാൾട്ടർ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ചെയ്യുന്നത്. മറ്റേ സ്പെയിൻ, പോർച്ചുഗൽ, ജിബ്രാൾട്ടർ ഉൾപ്പെടുത്തി. നമ്മൾ യൂറോപ്പിലെ വളരെ എക്സ്പേർട്ടാണ്. എൻ്റെ കരിയർ തന്നെ ആരംഭിച്ചത് യൂറോപ്പിലാണ്. ആ യൂറോപ്പിൻ്റെ വലിയ മേഖലകൾ ഉൾപ്പെടുത്തിക്കണം. ഇനിയുള്ള കൂടുതൽ യാത്രകളും യൂറോപ്പിന് ഇപ്പം നിലവിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ ഗംഭീരമായ യാത്രകൾ. അതുകൊണ്ടാണ് നമ്മൾ ഈവൻ ടൂർസ്, എനിക്ക് തോന്നുന്നില്ല ആരും ഒരു ഈവൻ ടൂർസ് ഇനി കേരളത്തിൽ നടത്തുന്നുണ്ടെന്ന് തോന്നുന്നില്ല. അതുപോലെ നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ നമ്മുടെ കണ്ണിപ്പെടാത്ത ഇവന്റുകൾ ഏതെങ്കിലും രാജ്യത്തൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ അറിയിച്ചാൽ മതി. അതുപോലെ നിങ്ങൾക്ക് പോകേണ്ട ഇതിന്റെ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഡെസ്റ്റിനേഷൻസ് നിങ്ങൾ പറഞ്ഞോളൂ. നമ്മുടെ അടുത്ത യാത്രകൾ റിമോട്ട് ആയാലും അത് മാത്രമല്ല, അതിൽ നറുക്കെടുപ്പ് വിജയിക്കുക ഞാൻ അത് നമുക്കൊരു അവസരവും കൊടുക്കാം. ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഒരു യുണീക്ക് ഡെസ്റ്റിനേഷൻ പരിചയപ്പെടുത്തുന്ന വ്യക്തിക്ക് നമ്മളൊരു യാത്ര ഫ്രീ ആയിട്ട് കൊടുക്കും. മനസ്സിലായി? അപ്പൊ അത് ഒന്നുമില്ല, നമ്മൾ മലയാളികളുടെ യാത്രാ സ്വപ്നങ്ങൾ അതിന്റെ എത്ര വൈഡായിട്ട് പോകണം. നമുക്ക് അതിനുള്ളൊരു സെറ്റപ്പ് ഒരു ടീമിനെ ഞാൻ ബിൽഡ് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ പാൻഡമിക് തുടങ്ങിയ ഒരു കമ്പനിയാണ്. ഏറ്റവും ക്രീമായിട്ടുള്ള ഒരു ടീമിനെ ഞാൻ ബിൽഡ് ചെയ്തത്. പിന്നെ ഒക്കെ വെരി കമ്മിറ്റഡ് ആണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ആർക്കെങ്കിലും യുണീക്ക് യാത്ര ഇന്ന ഡെസ്റ്റിനേഷൻ പോകുന്നുണ്ടെങ്കിൽ മോസ്റ്റ് വെൽക്കം. അതിൽ ഏറ്റവും നന്നായി തിരഞ്ഞെടുക്കുന്ന നല്ലൊരു ഡെസ്റ്റിനേഷൻ അവതരിപ്പിക്കുന്ന ആൾക്ക് നമുക്ക് ഈ കമന്റ് ബോക്സിൽ അവതരിപ്പിച്ചാൽ സൗജന്യ യാത്രയും തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഇത്തരം കാര്യങ്ങളൊക്കെ അറിയിക്കുക, എന്നിട്ട് സമ്മാനവും നേടുക. അപ്പോൾ എന്തായാലും നമുക്കിപ്പോൾ ഏറ്റവും പ്രാധാന്യം ഈ പറഞ്ഞ സൗത്ത് അമേരിക്കൻ യാത്രയാണ്. ഇന്ന് തന്നെ വിളിച്ചിട്ട് നിങ്ങൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക, എന്നിട്ട് വേഗം തന്നെ ബുക്ക് ചെയ്യുക. പ്രത്യേകിച്ച് വിസകൾ കൂടുതൽ വേണ്ടവർ ഉടൻ തന്നെയാണ് ബുക്ക് ചെയ്യേണ്ടത്. കാരണം ലിമിറ്റഡ് സീറ്റേ ഉള്ളൂ, 40 പേരായിരിക്കും ഈ ഒരു ഗ്രൂപ്പിലുള്ളൂ. അപ്പോൾ താങ്ക് യു സോ മച്ച് ബെന്നി. അപ്പോൾ അവിടെ കാണാം. ഓക്കെ, താങ്ക് യു, ബൈ.